ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? അങ്ങനെ കല്യാണത്തിന്റെ ആരവങ്ങളും യാത്രകളും ഒക്കെ കഴിഞ്ഞ് ലൈഫ് ഒന്ന് റുട്ടീൻ ആവുന്നത് ഇപ്പോഴാണ് കേട്ടോ. നമ്മുടെ പതിവ് പരിപാടി ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഹാപ്പിയായി പിന്നെ യോഗയ്ക്ക് ഇരിക്കുവാണ്. ഫേസ് യോഗയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ആക്ച്വലി ഞാനൊരു ട്രെയിനറുടെ അണ്ടറിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് ശരിക്കും റിലാക്സ്ഡ് ആവും കേട്ടോ. നമ്മുടെ ഹണിമൂൺ കറക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് പ്ലാൻ ചെയ്യും. അതുകൊണ്ട് ബാഗ് പാക്കിങ്ങും അൺപാക്കിങ്ങും തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ബാഗ് അൺപാക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ടോയ്ലറ്ററി പൗച്ച് ഞാനൊന്ന് വെയിലൊക്കെ കൊള്ളിച്ച് സെറ്റാക്കിയതാണ്. കുറച്ച് ദിവസം ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതാണല്ലോ, അപ്പോൾ ഇങ്ങനെ നനവുള്ള ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെയിൽ കൊള്ളിച്ചാൽ നന്നായിരിക്കും. യാത്രകൾ പോകാൻ വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ടൂത്ത് ബ്രഷും അങ്ങനത്തെ കുറച്ച് ടോയ്ലറ്ററി ഐറ്റംസ് ഒക്കെയാണ് അതിനകത്ത്. അത് റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല, യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ്. ആക്ച്വലി ഈ ടോയ്ലറ്ററി പൗച്ച് എൻ്റെ ഒരു ലൈഫ് സേവർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. യാത്രകൾ പോകുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, രാവിലെ യോഗയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അടുക്കളപ്പണിയൊന്നും എടുക്കാറില്ലേന്ന്. നമുക്ക് നല്ല പോലെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഫുഡ് കഴിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും അടുക്കളയിൽ കയറാറുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് ഭയങ്കര ജഡ്ജ്മെൻ്റലായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കാണിക്കുന്നില്ല, അവരെയൊക്കെ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര യൂസ്ഡ് ആണ്. ക്യാമറ ഫേസ് ചെയ്ത് എനിക്ക് ഒരു മടിയില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അവർ വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് കാണിക്കാനൊക്കെ അവർക്കും ഓക്കെ ആയിട്ടുണ്ടാവുക. കാര്യം നമ്മളൊരു ഫാമിലി ആണെങ്കിൽ പോലും എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസും അവരുടെ റൈറ്റ് ആണല്ലോ, ഞാനതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു വ്ളോഗർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കയറി ക്യാമറ വെക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ കാണിക്കാത്ത എന്താന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ മോർണിംഗ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നിങ്ങളുടെ മോർണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.